വിവാദ എഴുത്തുകാരൻ സൽമാൻ റുഷ്ദിയുടെ നിരോധിത പുസ്തകമായ സാത്താൻ്റെ വചനങ്ങൾ ഇന്ത്യയിൽ വീണ്ടും വിൽപ്പന നടത്തുന്നു. 36 വർഷങ്ങൾക്ക് ശേഷം പുസ്തകം ഇന്ത്യയിൽ വിവിധ ബുക്ക് സ്റ്റാളുകളിൽ എത്തിയിട്ടുണ്ട്. ദ സാത്താനിക് വേഴ്സ് ഡൽഹിയിലെ ബഹരിസൺസ് ബുക്ക് സെല്ലേഴ്സിൽ ഇപ്പോൾ ലഭ്യമാണ്. 1988 അന്നത്തെ രാജീവ് ഗാന്ധി സർക്കാർ റുഷ്ദിയുടെ നോവലിന് രാജ്യത്ത് വിലക്കേർപ്പെടുത്തിയത്. ഇത് ചോദ്യം ചെയ്ത് 2019 സമർപ്പിച്ച ഹർജി ഡൽഹി ഹൈക്കോടതി തീർപ്പാക്കിയതിൻ്റെ മറവിലാണ് പുസ്തകം ഇപ്പോൾ വിപണിയിൽ എത്തിയത്. ഇത്തരമൊരു വിലക്കേർപ്പെടുത്തിയ വിജ്ഞാപനം ഹാജരാക്കാൻ അധികൃതർക്കായില്ലെന്നും അതുകൊണ്ട് തന്നെ ഇങ്ങനെയൊരു വിലക്ക് നിലവിലില്ലെന്ന് വേണം അനുമാനിക്കാനെന്നും ചൂണ്ടിക്കാട്ടിയിരുന്നു ജസ്റ്റിസ് രേഖ പാട്ടീലിൻ്റെ ബെഞ്ച് കേസ് അവസാനിപ്പിച്ചത്. ഇന്ത്യയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ച പുസ്തകം വീണ്ടും വിതരണം ചെയ്യുന്നതിനെതിരെ മുസ്ലിം സംഘടനകൾ രംഗത്ത് വന്നിട്ടുണ്ട്. വിറ്റഴിച്ചതിനെ ശക്തമായി അപലപിച്ച മുസ്ലിം സംഘടനകൾ നിരോധനം പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് അഭ്യർത്ഥിച്ചിട്ടുമുണ്ട്. മുസ്ലിങ്ങൾക്കും ഇസ്ലാമിക വിശ്വാസങ്ങൾക്കും പ്രവാചകനുമെതിരെ അതിനിശിതമായ വിമർശനവും പരിഹാസവുമുള്ള പുസ്തകം 1988 രാജീവ് ഗാന്ധി സർക്കാരാണ് നിരോധിച്ചത്. സാത്താൻ്റെ വചനങ്ങളിലെ മതനിന്ദ ആരോപണത്തിന് റുഷ്ദി പിന്നീട് മാപ്പ് പറയുകയും ചെയ്തിരുന്നു. പുസ്തകം ഇന്ത്യയിൽ വീണ്ടും എത്തിയതിൽ ജംഇയ്യത്തുൽ ഉലമായെ ഹിന്ദ് ഉത്തർപ്രദേശ് ഘടകം വക്താവ് മൗലാന കാബ് റാഷിദി ആശങ്ക രേഖപ്പെടുത്തി. ആവിഷ്കാര സ്വാതന്ത്ര്യം ഒരാളുടെ വികാരത്തെ വ്രണപ്പെടുത്തുന്നുവെങ്കിൽ അത് നിയമപരമായ കുറ്റമാണ്. സാത്താനിക് വോയിസ് ദൈവനിന്ദയുള്ള ഒരു പുസ്തകമാണ്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ മറവിൽ ഇത്തരമൊരു വിവാദ പുസ്തകം വിൽക്കുന്നത് ഒരു തരത്തിലും അംഗീകരിക്കാനാവില്ല. ഇത് ഭരണഘടനയുടെ അന്തസത്തക്ക് വിരുദ്ധമാണെന്നും അദ്ദേഹം PTIയോട് പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനം അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്നുണ്ട്. എന്നാൽ അതാർക്കും മതവികാരങ്ങളെ വ്രണപ്പെടുത്തുവാനുള്ള അവകാശം നൽകുന്നില്ലെന്നും റുഷ്ദി കൂട്ടിച്ചേർത്തു. മുസ്ലിങ്ങൾ അള്ളാഹുവിനെയും പ്രവാചകനെയും സ്വന്തം ജീവനേക്കാൾ പ്രിയപ്പെട്ടവരായാണ് കരുതുന്നതെന്നും ഇത്തരമൊരു സാഹചര്യത്തിൽ വിവാദ പുസ്തകം ഒരിക്കലും പൊറുപ്പിക്കില്ല എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പുസ്തകം ഇസ്ലാമിനെയും പ്രവാചകനെയും ഇസ്ലാമിക വ്യക്തികളെയും അപമാനിക്കുന്നതാണെന്നും അതിൻ്റെ ഉള്ളടക്കം അത് ആവർത്തിക്കാൻ കഴിയാത്ത വിധം കുറ്റകരമാണെന്നും അഖിലേന്ത്യാ മുസ്ലിം ജമാഅത്ത് ദേശീയ പ്രസിഡന്റ് മൗലാന മുഫ്തി ഷഹാബുദ്ദീൻ റസ്വിയും പ്രസ്താവനയിൽ പറഞ്ഞു. പുസ്തകം വിപണിയിൽ അനുവദിക്കുന്നത് രാജ്യത്തിൻ്റെ അന്തരീക്ഷത്തെ താറുമാറാക്കും. കേന്ദ്ര സർക്കാർ നിരോധനം പുനഃസ്ഥാപിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. Waytonikah.com, the exclusive Muslim matrimonial site.